സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ എല്ലാരും ഇങ്ങനെ നിക്കണേ? ചേച്ചി മിണ്ടില്ല, അനങ്ങില്ല. ആ എന്താ? സ്റ്റാച്ചു കളിച്ചതാ എല്ലാരും കൂടിയോ? ആ കൊള്ളാലോ. കൊള്ളാല്ലേ? മുക്ക് കളിക്കണോ? കളിക്കാം, ഞാൻ റെഡി. എന്നാ പിന്നെ തുടങ്ങിയാലോ? തുടങ്ങാം. മോടെ മുടിയല്ലെന്തോ ഇരിക്കുന്നേ? മുടി സ്റ്റാച്ചു. എല്ലാരും കൂടെ ഇവിടെ നില്ല്, ഞാൻ പോയിട്ട് വരാം. എല്ലാ കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് കേറി വരണ്ട. എത്ര നേരം ഇങ്ങനെ നിക്കണം? 5 മിനിറ്റ്. അമ്മായി എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട്, എന്ത് ചെയ്യും? 5-7 അടിച്ചു തന്നോ? സ്റ്റാച്ചു. കനകം, ഞാൻ പേടിച്ചാ വന്നത്. സ്റ്റാച്ചു. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയുന്ന കേക്ക്. 1/2 മണിക്കൂറായില്ലയോ നിങ്ങളെ ഞാൻ സ്റ്റാച്ചു നിർത്തിയിട്ട്. പിള്ളേര് ഏത് സമയം വരാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കുന്നത്. നമ്മൾ തങ്ങളുടെ ഒരു ധാരണയിൽ അങ്ങ് എത്താം. அந்த தாரணையெல்லாம் வேண்டாம். ரூல்ஸ்னா ரூல்ஸ் தான். கண்டிப்பா ஸ்டாச்சு நின்னுதான் ஆகணும். ஸ்டாச்சு. കനകം, ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ തങ്ങളിൽ അങ്ങനെയൊക്കെ വേണോ? നമുക്കൊരു കരാറുണ്ടാക്കിയാലോ? என்ன கராறு? നമ്മൾ തമ്മിൽ സ്റ്റാച്ചു പറയാൻ പാടില്ല, അത് ആരും അറിയാനും പാടില്ല. அதெல்லாம் முடியாது. ரூல்ஸ்னா ரூல்ஸ் தான். പിന്നെ സുപ്രീം കോടതിയുടെ നിയമമല്ലോ റൂൾസ്. പറയുന്നത് കേക്ക്. முடியாது முடியாது முடியாது. நான் சீரியஸ் தான். കനകം, നമ്മൾ തമ്മിൽ അങ്ങനൊക്കെ വേണോ? கனகம் சீரியஸ் தான், அவ்வளவுதான். അമ്മൂമ്മ സ്റ്റാച്ചു. മോളെ, അതെ സ്റ്റാച്ചു അമ്മൂമ്മ. അതെ, നമ്മൾ തമ്മിലേ ഒരു കരാറുണ്ടാക്കിയാലോ? കരാറോ? സ്റ്റാച്ചു ആവ്. കനകം കണ്ണടച്ചു. കനകാൻറ്റി, അത് അമ്മൂമ്മന്റെ സ്റ്റാച്ചു ആവത്തെ. അതെ, ഞാൻ മോളോടൊന്ന് പറയട്ടെ. നമ്മൾ തമ്മിലേ ഒരു ധാരണ ഉണ്ടാവാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാച്ചു പറയണ്ട. കനകം വീണ്ടും കണ്ണടച്ചു. കനകാൻറ്റി കണ്ണടക്കുന്നതാണോ അമ്മൂമ്മയുടെ പ്രശ്നം? അമ്മൂമ്മയുടെ സ്റ്റാച്ചു അമ്മറിട്ടായോ? മോളെ, ഞാൻ പറയട്ടെ, എനിക്ക് ഈ 5 മിനിറ്റ് ഒന്നും സ്റ്റാച്ചു ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ് നിന്നാ മതിയോ? ആഹാ, അപ്പൊ നേരത്തെ ഞങ്ങളെ സ്റ്റാച്ചു ഒക്കെ നിർത്തിയപ്പോഴൊന്നും കണ്ടില്ലല്ലോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.